Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്ക് മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ചുള്ളതാണ്. അതിൽ കറണ്ട് ടാക്സ് എന്താണെന്നുള്ള 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടാക്സ് എക്സ്പെൻസിൽ 2 കോമ്പോണൻസ് ഉണ്ടാവുന്ന ഒന്ന് കറണ്ട് ടാക്സും ഒന്ന് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സസ് പേയബിൾ in respect of taxable income computed as per tax law applicable to the business enterprise for the current period. ഈ വർഷം നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസിൽ ഇൻകം ടാക്സ് നിയമപ്രകാരം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എമൗണ്ടിനെയാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സസ് ഓർ ഷോർട്ട് പേയ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദ ഏർലിയർ ഇയേഴ്സ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി. ഇനി എന്തെങ്കിലും നമ്മൾ അധികമായി കൊടുത്തു വെച്ചതോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കറണ്ട് ടാക്സ് വിൽ അപ്പിയർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് ഡിഡക്ഷൻ ഫ്രം ദ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ ഈ കറണ്ട് ടാക്സിന് നമ്മൾ ചെയ്യേണ്ടത് SOPL പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൊടുക്കുന്ന പ്രോഫിറ്റിൽ മുന്നേ ടാക്സ് കൊടുക്കുന്നതിനുള്ള പ്രോഫിറ്റ് എന്താണുള്ളത് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കറണ്ട് ടാക്സ് അസറ്റ് നെറ്റ് എങ്ങനെയാണുള്ളത് നോക്കാം. ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കറണ്ട് ആൻഡ് പ്രയർ പീരീഡ്സ് എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ഫോർ ദോസ് പീരീഡ്സ് ദെൻ സച്ച് എക്സസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം ഓൾറെഡി നമ്മൾ അധികം കൊടുത്ത് വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അധികം എമൗണ്ട് കൊടുത്ത് വെച്ചിട്ട് ഈ വർഷം നമുക്ക് അത്രയും വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇതിനെയാണ് കറണ്ട് ടാക്സ് അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു എക്സസ് ടാക്സ് റിക്കവർ ചെയ്യുക, റിയലൈസ് ചെയ്യുക വിതിൻ 1 ഇയർ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്താണോ അതിൻ്റെ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് റിക്കവർ ചെയ്യുക, റിയലൈസ് ചെയ്യുക ചെയ്യാം. അത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് എന്നുള്ള അതിൻ്റെ അണ്ടറിലായിരിക്കും ഇത് കാണിക്കുക. ഇനി അത് റിക്കവർ ചെയ്തിട്ടില്ലെങ്കിൽ, റിയലൈസ് ചെയ്തിട്ടില്ല 1 ഇയറിൻ്റെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ അണ്ടർ നോൺ കറണ്ട് അസറ്റ് എന്നുള്ള പേരിലായിരിക്കും ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഇയറിലേക്ക് കറണ്ട് ഫിനാൻഷ്യൽ ഇയറുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കോമ്പോണൻറ്റ് ഓഫ് കറണ്ട് ടാക്സ് അസറ്റ് ആയിരിക്കും എന്നുള്ളതാണത് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കറണ്ട് ടാക്സ് ലയബിലിറ്റി നെറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ കുറവാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് ടാക്സ് ഓൾറെഡി അടയ്ക്കാനുള്ളതെങ്കിൽ അതിൻ്റെ ആ ഡിഫറൻസിനെയാണ് നമുക്ക് ഇനിയും ബാധ്യത അവിടെ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ അൺപെയ്ഡ് ടാക്സിനെയാണ് കറണ്ട് ഇയറോ അല്ലെങ്കിൽ പ്രയർ പീരീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും കൊടുക്കാനുള്ള ടാക്സ് ബാലൻസിനെയാണ് എന്ത് പറയുന്നത് കറണ്ട് ടാക്സ് ലയബിലിറ്റി. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് ലയബിലിറ്റിയിലായിരിക്കും കാണിക്കുക. ഇനിയുള്ളതാണ് ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നെറ്റ് ഓഫ് ഡെഫേർഡ് ടാക്സ് അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആൻഡ് ദ സെയിം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. അതായത് ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ കറണ്ട് പീരീഡ്. ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് 8000 രൂപ ഉണ്ട്. ഇറ്റ് വാസ് 7000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് പീരീഡ്. ആ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7000 ആയിരുന്നു. അപ്പോൾ ആ ഡെഫേർഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1000 ആണ് കറണ്ട് പീരീഡിലേക്കുള്ളത്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7000 വർഷം അവസാനിക്കുമ്പോൾ 8000 ആണെങ്കിൽ അവ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് SOPL പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം. ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സാലറി. അതായത് സാലറി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി പറയുന്നത് വെൻ ദ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഫോളോയിങ് ജേണൽ എൻട്രി ഈസ് റിക്വയർഡ് സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ഡെറ്റർ ടു ബാങ്ക് ടു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇങ്ങനെയാണ് എൻ്റെ ജേണൽ എൻട്രി കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കുകയും ചെയ്യുക, നോട്ട്സും കൊടുക്കുക. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രോസ് അപ്പ് ചെയ്യും. ഗ്രോസ് അപ്പ് ചെയ്തിട്ട് ഗ്രോസ് ഇൻട്രസ്റ്റ് കാണും. എന്നിട്ട് എത്രയാണോ ഇനി കൊടുക്കാനുള്ളത് ആ ബാലൻസും കൂടി കറണ്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്നുള്ള ഹെഡിങ് കറണ്ട് അസറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെയും ഇതേപോലെ തന്നെ ജേണൽ എൻട്രി വരുന്നുണ്ട്. അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ജേണൽ എൻട്രി വരുന്നത്. ഇത് നമ്മൾ കറണ്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് ഉള്ളതിൽ സബ് ഹെഡിങ്ങിൽ കറണ്ട് അസറ്റ് ആയിട്ട് അണ്ടർ ദ ഹെഡ് കറണ്ട് അസറ്റ് എന്നുള്ള പേരിൽ അവിടെ കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അഡ്വാൻസ് ടാക്സ് ഒക്കെയാണ് വെച്ചാൽ ലാസ്റ്റ് ഇയർ ആൻഡ് കറണ്ട് ഇയറുമായി റിലേറ്റ് ചെയ്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. കറണ്ട് ഇയറിൻ്റെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ സബ് ഹെഡിങ് കറണ്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് അണ്ടർ ദ ഹെഡ് കറണ്ട് അസറ്റ്സിൽ അവിടെ കാണിക്കാം. പിന്നെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ടാക്സേഷന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ജേണൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ലെറ്റർ ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷനാണ് കാണിക്കേണ്ടത്.
ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫോർ ദ ഇയർ എൻഡഡ് 31st March 2019, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ 80,000. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഫോർ ദാറ്റ് ഇയർ എമൗണ്ടഡ് ടു 60,000. അപ്പോൾ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്ന 80,000ഉം അഡ്വാൻസ് പേയ്മെൻറ്റ് 60,000ഉം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇൻകം ഏൺഡ് ബൈ ദ കമ്പനി എമൗണ്ട് 3,500 വേണം. October 12th 2019 അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടാക്സ് ലയബിലിറ്റി വന്നത് 94,000 ആയിരുന്നു വന്നിരിക്കുന്നത്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് 31 നമ്മൾ കൊടുത്തിരിക്കുന്ന 68,000 കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. ഇൻകം ടാക്സിൽ പ്രൊവിഷൻ വന്നെങ്കിൽ ഓൾറെഡി നമുക്കുള്ള ബാലൻസ് ഏപ്രിൽ 1 ബാലൻസ് 80,000 ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 2019 ആണെങ്കിൽ പിറ്റേ ദിവസം 1-ാം തീയതി ഏപ്രിൽ 1 തന്നെ കാണിക്കും. അപ്പം ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 80,000 ആണുള്ളത്. പിന്നെ നമുക്ക് അതിൽ അറിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വർഷം അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടാക്സ് ലയബിലിറ്റി എത്ര വന്നിട്ടുണ്ട്? 94,000 ആണ്. അപ്പോൾ ടു ഇൻകം ടാക്സ് അക്കൗണ്ട് 94,000 ഉണ്ട്. ഒക്ടോബർ ടു ഇൻകം ടാക്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 94,000 ആണ് ആ വർഷത്തിൽ വന്നിരിക്കുന്നത്. ഇനി അത് ബാലൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ബൈ SOPL വരുന്നത് 1 lakh ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് 1 lakh എന്ന് പറയുന്നുണ്ട്. March 31st ഇയർ എൻഡിങ് ചെയ്യുന്ന സമയത്ത് 1 lakh ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് 1 lakh ഈ സമയം. അതേപോലെ സർപ്ലസ് പീരീഡ് പ്രയർ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആ സർപ്ലസ്, അതായത് 80,000 ആണല്ലോ നമ്മൾ ഓൾറെഡി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, 94,000 ആണ് റിയലി വന്നത്. അപ്പോൾ ആ ഒരു ബാലൻസ് ഒരു 14,000 ആണ് അതിൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ 1,94,000 ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ബാലൻസ് ക്യാരി ഡൗണും 1 lakh കാണിക്കാം. അപ്പോൾ 1,94,000 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് അക്കൗണ്ട് കാണിക്കുമ്പം ഇതിൽ നമുക്ക് ഈ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള 80,000, ഇപ്പോഴത്തുള്ള 94,000. അപ്പോൾ 80,000ഉം പിന്നെ 1 lakhും 14,000, അങ്ങനെ 1,94,000 ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ആകെ 94,000ഉം നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത 1 lakhും. ടോട്ടൽ 1,94,000. അപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ പറഞ്ഞിട്ട് 1 lakh ആണ് കാണിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് ഇൻകം ടാക്സ് കൊടുത്തതിൽ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 60,000 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടു ബാലൻസ് ബ്രോ ഡൗൺ 60,000 ഉണ്ട്. ഇൻകം ടാക്സ് അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കേണ്ടത് 60,000 തന്നെയാണ്. ബാങ്കിൽ 68,000 ആണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ടാക്സ് ഫോർ ദ ഇയർ എൻഡിങ്, വർഷം അവസാനിക്കുമ്പം 68,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 68 ഉണ്ട്. അപ്പോൾ 1,28,000 ഈ സൈഡ് വരുന്നത്. ബാലൻസ് 68,000 ക്യാരി ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് 3,500 രൂപയാണ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഓൺ 3,500 ബൈ ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞിട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,500 കാണിക്കുക. ഇൻകം ടാക്സ് അക്കൗണ്ട് കാണിക്കുമ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടെ അഡ്വാൻസ് ഇൻക്ലൂഡിങ് ടാക്സ് 60,000ഉം ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 3,500ഉം ബൈ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആക്ട് 94,000ഉം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ് 94,000 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കുറവ് വന്നത് 30,500 ആണ്. അപ്പോൾ ഇതിനെയാണ് ബാലൻസ് ഓഫ് ടാക്സ് പെയ്ഡ്. ഇനി ഇത്രയും രൂപയാണ് നമുക്ക് അടയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് വരുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് SOPL. അത് 182 സെക്ഷൻ പ്രകാരം തന്നെയാണ്. ഗവൺമെൻറ് കമ്പനീസും കമ്പനീസ് വിച്ച് ഹാവ് ബീൻ എക്സിസ്റ്റൻസ് ഫോർ ലെസ് ദാൻ 3 years, 3 വർഷത്തിൽ കുറയാത്ത എക്സിസ്റ്റൻസ് അതിൽ കുറയുന്ന നോട്ട് അലൗഡ് ടു മേക്ക് എനി പൊളിറ്റിക്കൽ ഡൊണേഷൻ. അവർക്കൊന്നും അത് ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ള കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in a financial year not exceed 7.5% of its average profit.
അവരുടെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 7.5%-ലധികം ഒന്നും അവർക്ക് ഡൊണേഷനായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഡീറ്റെയിൽസ് അവിടെ നോട്ട്സിൽ കാണിക്കുകയും വേണമെന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഓൾ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ്. കമ്പനിക്ക് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും നമുക്ക് എപ്പോഴും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചിലത് ലീഗലി അവൈലബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അതിനെയാണ് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് അവരുടെ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് പറഞ്ഞാൽ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് വിച്ച് ആർ അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഡിവിഡൻഡ്. ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആവുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടുന്നത്. പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസും കൊടുക്കുക, എല്ലാ ലോസുകളും ഡിപ്രീസിയേഷനും ടാക്സേഷനും പാസ്റ്റ് ലോസ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുക, റീസണബിൾ എമൗണ്ട് അതിന് ശേഷം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ഡു നോട്ട് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അതർ പ്രോഫിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ. ക്യാപിറ്റൽ പ്രോഫിറ്റുകളോ ഫിക്സഡ് അസറ്റ് റിവാല്യൂ ചെയ്യുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ഇതിൽ നോക്കാനുള്ള ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് നമുക്കറിയാം ഓൾറെഡി എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവുന്നത്. എത്ര ഷെയർ ആണോ ഓരോരുത്തരും ഹെൽഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മുകളിലായിരിക്കും ഡിവിഡൻറ്റ് കൊടുക്കുക. ആ ഡിവിഡൻറ്റ് സിംപ്ലി പറയാന്ന് വെച്ചാൽ ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ട്, എത്രയാണ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ശുപാർശ പ്രകാരം. ഡിവിഡൻസ് കനോട്ട് ബി പെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റിസർവ് എന്ന് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് മാത്രമാണ് അത് കൊടുക്കുക. പ്രിഫറൻസ് ഡിവിഡൻ്റാണ് ആദ്യം നമ്മൾ കൊടുക്കുക. ഇക്വിറ്റി ഡിവിഡൻറ്റ് എല്ലാ ബാധ്യതകളും കൊടുത്തതിന് ശേഷമാണ് കൊടുക്കുക. അതിലെന്തെങ്കിലും കോൾസിൻ അരിയറോ ഡിവിഡൻറ്റ് വിൽ ബി പെയ്ഡ് ഓൺ ദ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. ഡിവിഡൻറ്റ് ഈസ് യൂഷ്വലി പ്രപ്പോസ്ഡ് ഓർ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് മുകളിലായിരിക്കും കൊടുക്കുക. പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് നോമിനൽ വാല്യൂവിൻ്റെ ബേസിൽ. കോൾസിന് അഡ്വാൻസിന് ഒരിക്കലും ഡിവിഡൻറ്റ് കൊടുക്കില്ല. ഇനി ഡിവിഡൻറ്റിനുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ കൊടുത്തതിന് ശേഷമുള്ള ഈ വർഷത്തെ പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ കൊടുത്തതിന് ശേഷമുള്ള കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, കറണ്ട് ഇയർലിയും പ്രീവിയസ് ഇയർലിയും പ്രോഫിറ്റ് രണ്ടും കൂടിയിട്ട്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കൊടുത്ത മണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇൻ പെർസെൻസ് ഗ്യാരണ്ടി ഗിവൺ ബൈ ദാറ്റ് ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ അതെല്ലാം ഡിവിഡൻറ്റ് സോഴ്സുകളാണ്. ഇനി ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണ്? പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് റെക്കമെൻഡ് ചെയ്യുക ആഫ്റ്റർ ക്ലോസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ഡിവിഡൻറ്റിനാണ് പ്രപ്പോസ്ഡ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ചെയ്തിരിക്കണം. അത് ഫൈനൽ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഡിവിഡൻ്റ് ആയിട്ട് മാറുന്നത്. റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഡിക്ലെയർ കനോട്ട് എക്സീഡ് ദ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനേക്കാൾ ഒരിക്കലും റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ജേണൽ എൻട്രി, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എറ്റർ ടു പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട് എന്നാണ്. ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? പ്രൊവിഷൻ എന്നുള്ള ഹെഡിലായിരിക്കും. അതർ കറണ്ട് ലയബിലിറ്റീസിൽ അണ്ടർ ദ ഹെഡ് കറണ്ട് ലയബിലിറ്റീസ് വിച്ച് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നോട്ട്സ് കൃത്യമായിട്ട് ഇതിൽ കാണിക്കണം. അതിൻ്റെ സബ് ഹെഡ് ഉണ്ടായിരിക്കും, അതായിരിക്കും അത് കാണിക്കേണ്ടത്. ഇൻറ്ററിം ഡിവിഡൻ്റാണ് അടുത്ത ടോപ്പിക്ക്. ഇൻറ്ററിം ഡിവിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കാലത്ത് കൊടുക്കുന്നത്, ഇൻ ബിറ്റ്വീൻ ഇടയിൽ. പ്രൊവിഷണൽ ഇൻറ്ററിം ഡിവിഡൻറ്റ് റെഫേഴ്സ് ടു ഡിവിഡൻറ്റ് പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊടുക്കുന്ന ഡിവിഡൻറ്റ്. ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റിനെയാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയർ ആയിരിക്കും. ബിഫോർ ദ അസർട്ടൈൻമെൻറ്റ്, കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷമല്ല ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് ആണോ നമ്മൾ അസർട്ടൈൻ ചെയ്തതിന് അതിൻ്റെ ഇടയിലായിട്ട് തന്നെ കൊടുക്കുന്നതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഇൻറ്ററിം ഡിവിഡൻ്റാണ്. ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് സർപ്ലസ് ധാരാളം ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ വിച്ച് ഇൻറ്ററിം ഡിവിഡൻറ്റ് ഈസ് sought to be declared. In case the company has incurred loss during the current financial year up to the end of the quarter immediately preceding the date of declaration of interim dividend, such interim dividend shall not be declared at a rate higher than the average dividends. അതായത് ആ വർഷം കമ്പനി ലാഭം ഏൺ ചെയ്യുമ്പോൾ മാത്രം അത് കൊടുക്കുക. നഷ്ടമാണെങ്കിൽ ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള ഡിവിഡൻറ്റിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി എൻറ്ററിങ് ഡിവിഡൻഡ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് ട്രയൽ ബാലൻസിൽ കാണിക്കുക. നോട്ട്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ സബ് ഹെഡ് സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിലായിരിക്കും. ഇനിയുള്ള ഡിവിഡൻഡാണ് ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും. എപ്പോഴും ഇൻ അഡീഷൻ ടു ഇൻറ്ററിം ഡിവിഡൻഡ് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഇൻറ്ററിം ഡിവിഡൻഡ് അൺലെസ് ദ റെസൊല്യൂഷൻ മെൻഷൻ ഇറ്റ് സ്പെസിഫിക്കലി. ഫൈനൽ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഇൻറ്ററിം ഡിവിഡൻഡിന് പുറമേ ആയിരിക്കും. അതേപോലെ തന്നെ അതൊന്നും ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ സെപ്പറേറ്റ് പാസ്സാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അൺക്ലെയിംഡ് ഡിവിഡൻ്റ് ആണ് അടുത്തത്. അത് ഡിവിഡൻഡ് നോട്ട് യെറ്റ് ക്ലെയിംഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇതുവരെയും ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻറ്റിനെയാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതാണ്. എനി ഡിവിഡൻഡ് വിച്ച് റിമെയിൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് വിതിൻ 30 days ഓഫ് ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടും 30 ദിവസത്തിൽ ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഫ്രം 30 days 7 days ഫ്രം ബാങ്ക് വിത്തിൻ 7 days 7 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലാണത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി ഡിവിഡൻഡ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി. അൺപെയ്ഡ് ആകുമ്പോൾ നേരെ ഡിവിഡൻഡ് അക്കൗണ്ട് അറ്റർ ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് കാണിക്കുക. പിന്നെ വരുന്നത് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് ആണ്. സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഡിവിഡൻറ്റ് കൊടുക്കാൻ വേണ്ടത്ര പണം കയ്യിലില്ലാതെ വരുന്ന സമയത്ത് അവർക്ക് പ്രോമിസറി നോട്ടോ ബോണ്ടുകളൊക്കെ അതിന് പകരമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ഇതിനാണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ടൈപ്പിലെ ഡിവിഡൻറ്റ് ഒന്നും ഇപ്പോൾ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ഓൺ ഡിവിഡൻറ്റ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് യൂണിയൻ ബഡ്ജറ്റ് ഫോർ ദ ഇയർ 2021 CDT ഈസ് വിഡ്രോൺ. അങ്ങനെ സംഭവം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ഡിവിഡൻസ് വിത്ത് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ബുക്ക് CDT ഈസ് ഇഗ്നോർഡ്. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ് ആണ്. ഈ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്. സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും അതിനോട് കൂടിയിട്ട് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈ വർഷത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെസ് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് കുറയ്ക്കുക, മറ്റുള്ള റിസർവിൽ കൊടുക്കണമെങ്കിൽ അത് കുറയ്ക്കുക, ഇൻ്ററിം ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ കുറയ്ക്കണം എന്ന്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഇക്വിറ്റി ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടും. ഈ പ്രോഫിറ്റ് ലാസ്റ്റ് കിട്ടുന്ന സർപ്ലസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക എന്നുള്ളത് പറയുന്നത്. ലാഭമാണെങ്കിൽ സർപ്ലസ് എന്നുള്ളതിൽ കാണിക്കാം. നോട്ട്സ് കൊടുക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിലായിരിക്കും നോട്ട്സ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇതിൻ്റെ ബേസിലൊരു പ്രോബ്ലം നമുക്കിവിടെ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് SOPL ഉണ്ടാക്കേണ്ടത്. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. പ്രീവിയസ് ഇയറിൽ 10 lakh ഉണ്ട്. 10% പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലും ഡിബഞ്ചർ സിങ്കിങ് ഫണ്ടിലേക്ക് 51,500 കൊടുക്കുന്നുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 15% ഡിവിഡൻഡ് ഇക്വിറ്റിയുടെ മുകളിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് 10 lakh, ഈ വർഷത്തെ 25 lakh. ഇവിടെ ക്വസ്റ്റ്യനിൽ 2,50,000 ആണ്. ഓക്കെ, 25 lakh ആയിരിക്കും അത് വരുന്നുണ്ടാവുക. അപ്പോൾ 25 lakh, ടോട്ടൽ 35 lakh ആണ്. ഇനി അതിന്ന് പോകേണ്ട കാര്യങ്ങൾ, അപ്പോൾ മൊത്തം 35 lakh നമ്മുടെ ലാഭം ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് അപ്രോപ്രിയേഷൻസ് കൊടുക്കുക. പ്രിഫറൻസ് ഡിവിഡൻഡ് 10%, കാരണം 5 ലക്ഷത്തിൻ്റെ 10% 50,000 കൊടുക്കണം. ഇക്വിറ്റി ഡിവിഡൻഡ് 4 lakh ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ 15% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പറയേണ്ടത്. അപ്പം 4 ലക്ഷത്തിൻ്റെ 15% 60,000. ഡിബഞ്ചർ സിങ്കിങ് ഫണ്ടിലേക്ക് ഒരു 51,500 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് കൂട്ടുമ്പോൾ 1,61,500 വരും. അത് ബാലൻസിൽ നിന്ന് നമുക്ക് അപ്പോൾ 35 lakh ഇത്രയും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 33,38,500 ഇതാണ് ആ ബാലൻസ് അറ്റ് ദ എൻഡ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം കഴിഞ്ഞ വർഷത്തെ ലാഭവും ഈ വർഷത്തെ ലാഭവും കൂടി കൂട്ടിയിട്ട് അതിൽ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ
കൊടുത്ത് ബാലൻസ് കിട്ടുന്നതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കോൾസിൻ അരിയറാണ്. കോൾസിൻ അരിയർ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കണം. ഷെയർ ക്യാപിറ്റലിൽ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലിനുള്ളതാണ് നോട്ട്സ് കാണിക്കേണ്ടത്. പിന്നെ ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ട്രയൽ ബാലൻസിൻ്റെ കാണിക്കുക. അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലിനുള്ള നോട്ട്സ് കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്. ഇത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. നോട്ട്സ് കൊടുക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് ബാലൻസ് ഷീറ്റിൽ അതിലായിരിക്കും കാണിക്കേണ്ടത്. പിന്നെ മിസ്ലേനിയസ് ആയി വരുന്ന കുറച്ച് എക്സ്പെൻഡിച്ചറൊക്കെ വരുന്നുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ട് ഇഷ്യൂവും ഓൺ ഡിബഞ്ചേഴ്സും ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. P&L അക്കൗണ്ട് അൺറിട്ടൺ ആയിട്ടൊക്കെ ഉള്ളത് മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന പേരിൽ തന്നെ നമ്മൾ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഓഫ് എഗെയിൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അണ്ടർ ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളതിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ മതിയായ അളവിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ സബ് ഹെഡായിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളവിടെ കാണിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ ഇൻകേർഡ് ബൈ കമ്പനി ആഫ്റ്റർ ദ സ്റ്റേജ് ഓഫ് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്നാൽ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഇടക്കാലത്ത് വരുന്ന ചിലവുകളെയാണ് പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസ് ചാർജ് ചെയ്യുന്നതും SOPL ആണ്. അണ്ടർ ദ ഹെഡ് അതർ എക്സ്പെൻസ് ഉള്ള പേരിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.